ബലാത്സംഗം ചെയ്ത് ഗർഭചിത്രം നടത്തിയെന്ന മൂന്നാമത്തെ യുവതിയുടെ പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പുലർച്ചെ 12:30 അറസ്റ്റ് ചെയ്ത രാഹുലിനെ ഇപ്പോൾ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4.5 മണിക്കൂറായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. കണ്ണൻ നായർ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും, തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേരമ്പറമ്പിലും, പാലക്കാട് നിന്ന് VS ഗോകുലും, തിരുവനന്തപുരത്ത് നിന്ന് R അനന്തകൃഷ്ണനും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം കണ്ണൻ നായരിലേക്ക് പോകാം. കണ്ണൻ ഉള്ളത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്ന പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നാണ്. കണ്ണൻ, അപ്രതീക്ഷിത നീക്കമാണ്, പക്ഷേ വളരെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഓരോ മൂവും ഇത്തവണ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. അവിടെ ഇതിന്റെ അന്വേഷണത്തിന് ചുമതലയുള്ള പൂങ്കുഴലിയുണ്ട്. ചോദ്യം ചെയ്യൽ ഏത് ഘട്ടത്തിലെത്തി? ഇനി അടുത്ത നടപടി എന്താണ്? ചോദ്യം ചെയ്യൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 4.5 മണിക്കൂർ ചോദ്യം ചെയ്യലാണ് പൂർത്തിയായത്. അതിൽ പല സമയങ്ങളിലും കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ നിഷേധിക്കുകയുണ്ടായത്. ഓരോ ചോദ്യങ്ങളെയും രാഹുൽ നിഷേധിക്കുന്നു. ആ സമയത്ത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദ്യം ഈ പെൺകുട്ടിയെ അറിയില്ല, അതിജീവതയെ അറിയില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അവരുടെ ചിത്രങ്ങളടക്കം കാട്ടി ചോദിച്ചപ്പോൾ അത് അറിയാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന് പിന്നാലെ ആ യുവതിയുടെ പരാതിയിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ഓരോ ചോദ്യങ്ങളും നടന്നിട്ടുള്ളത്. ഇന്ന് 4:20 ഞാനിപ്പോൾ നിൽക്കുന്ന ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിലേക്ക് രാഹുലിനെ എത്തിച്ചത്. അതീവ രഹസ്യമായി, അതീവ സുരക്ഷയോടുകൂടിയുള്ളൊരു നീക്കം എന്ന് തന്നെ പറയണം. കൃത്യമായിട്ടുള്ള ആസൂത്രണം അതിന് പിന്നിലുണ്ടായിരുന്നു. രാഹുൽ പാലക്കാടുണ്ട് എന്നുള്ള വിവരം പോലീസിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിനു മുമ്പ് തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ്, മുഖ്യമന്ത്രിക്ക് ഈ അതിജീവതയുടെ ഒരു ഇമെയിൽ സന്ദേശം ലഭിക്കുന്നു. അവർ ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ അത് സാധൂകരിക്കുന്ന ഓരോ തെളിവുകളും ഓരോ രേഖകളും അറ്റാച്ച് ചെയ്തിരുന്നു. അക്കാര്യങ്ങൾ കൂടി പരിശോധിച്ചാണ് SIT സംഘം രാഹുലിനെ അയാളെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ കസ്റ്റഡി എടുക്കാമെന്നുള്ള അറസ്റ്റ് ചെയ്തിലേക്ക് നീങ്ങാമെന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. എന്നാൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആരും തന്നെ വിവരം അറിയിച്ചിരുന്നില്ല. ഷൊർണൂർ കേന്ദ്രീകരിച്ച് ഷൊർണൂർ DYSP ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അവർ മാത്രമാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. രാഹുലിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ സസ്പെൻഷൻ നിരീക്ഷിച്ചു. അതിനുശേഷം പാലക്കാട് ആ ഹോട്ടലിലേക്ക് എത്തി അവിടെ നിന്ന് രാഹുലിനെ കസ്റ്റഡി എടുക്കുകയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കസ്റ്റഡി എടുക്കുന്ന സമയത്ത് രാഹുൽ ആദ്യം ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു. കസ്റ്റഡി എടുക്കുന്നതിനൊരു എതിർപ്പൊക്കെ അറിയിച്ചിരുന്നു. എന്നാൽ കൂടുതൽ പോലീസുകാരെത്തി കസ്റ്റഡി എടുത്തേ മതിയാകൂ, തെളിവുകളുണ്ട്, പരാതിയുണ്ട്, അതുകൊണ്ട് വഴങ്ങുക എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് നൽകിയപ്പോൾ സാധാരണ എതിർത്ത് നിൽക്കുന്ന രാഹുൽ പതിവിന് വിരുദ്ധമായി വഴങ്ങി മുന്നോട്ട് പോവുകയായിരുന്നു. മറ്റൊരു കാര്യം, രാഹുൽ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാത്രി തന്നെ രാഹുലിനെ പൊക്കാൻ പോലീസ് തീരുമാനിച്ചത്. അങ്ങനെ പൊക്കി നേരെ ഇപ്പോൾ പത്തനംതിട്ട ഈ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും പറയുന്നത്, യുവതിയും ഭർത്താവും തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് രാഹുൽ ഒരു രക്ഷകനെ പോലെ അവതരിക്കുന്നത്. അവിടെ ഒരു സൗഹൃദം അയാൾ സ്ഥാപിക്കുന്നു. വിവാഹിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നേരത്തെ ഒന്നാം അതിജീവതയും വിവാഹിതയായിരുന്നു. അങ്ങനെ ആ വിവാഹിതയായിട്ടുള്ള വ്യക്തി ആ അതിജീവതയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതിസൗഹൃദവും പിന്നീട് ഒന്നാമത്തെ പരാതി നോക്കുകയാണെങ്കിലും രണ്ടാമത്തെ പരാതി നോക്കുകയാണെങ്കിലും ഇന്നിപ്പോൾ നമ്മൾ അറിയുന്ന മൂന്നാമത്തെ പരാതി നോക്കുകയാണെങ്കിലും രാഹുലിന് ഒരു സെക്ഷൽ പ്രെഡേറ്ററിന്റെ ഒരു കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. രക്ഷകനായി അവതരിക്കുന്നു, കല്യാണ വാഗ്ദാനം, പിന്നീട് ബലാത്സംഗം, സാമ്പത്തിക തട്ടിപ്പ്, കുട്ടിയെ വേണമെന്ന് നിർബന്ധിക്കുന്നു, പിന്നീട് പ്രഗ്നന്റ് ആകുമ്പോൾ അബോർഷൻ, നിർബന്ധിച്ച് ഗർഭചിത്രം, അത് കഴിഞ്ഞാൽ കൈയൊഴിയുന്നു. ഇതൊരു പാറ്റേൺ ആണ് നോക്കുമ്പോൾ. ഒരു ലൈംഗിക വൈകൃതം എന്ന് തന്നെയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ അനുമാനിക്കാൻ. കാര്യം, ഒന്നാമത്തെ അതിജീവത പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഈ മൂന്നാമത്തെ അതിജീവതയും പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇയാൾ ആ പെൺകുട്ടിയുടെ കുടുംബജീവിതത്തിലേക്ക് ഇടപെടുന്നു, പിന്നീട് അവരെ സൗഹൃദത്തിലാക്കുന്നു, വലയിലാക്കുന്നു, വിവാഹ വാഗ്ദാനം നൽകുന്നു, മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരെ ഇയാളുടെ ലൈംഗിക ഇംഗിതത്തിന് വഴങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിലേക്കാണ് ഈ പെൺകുട്ടിയെ അവിടെ എത്തിച്ചത്. ആ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നതനുസരിച്ച് ഹോട്ടൽ മുറിയിലേക്ക് കയറിയ ഉടനെ ഇയാൾ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു, ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അയാൾ പറഞ്ഞത് തൻ്റെ ഒരു കുഞ്ഞിനെ ഈ അതിജീവിതം പ്രസവിക്കണം, അങ്ങനെ തനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ സാധിക്കും, വീട്ടുകാർ അതിനെ അംഗീകരിക്കുമെന്നുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചാണ് അതിജീവിത ഇയാൾക്കൊപ്പം നിന്നത്. പക്ഷേ ഗർഭിണിയായ ശേഷം ആ ഭ്രൂണഹത്യ നടത്താനുള്ള നിർദ്ദേശം നൽകുകയും പിന്നീട് ഭ്രൂണഹത്യ നടത്താൻ തയ്യാറാകാത്തപ്പോൾ അത് തൻ്റെ കുഞ്ഞല്ല എന്നുള്ള രീതിയിൽ ഈ സ്ത്രീയെ മോശമായി അധിക്ഷേപിക്കുകയും
അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അധിക്ഷേപം കേട്ട ആ സ്ത്രീ DNA പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചു. എന്നാൽ DNA പരിശോധനയ്ക്ക് രാഹുൽ എത്താൻ തയ്യാറായില്ല. അതിനുശേഷം മോശമായ രീതിയിൽ ഈ സ്ത്രീയെ ചിത്രീകരിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അതിനുശേഷം പിന്നീട് തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ ഈ സ്ത്രീയോട് വീണ്ടും അടുക്കാൻ ശ്രമിക്കുകയും, അതായത്